ആറാമത് നാഷണൽ ഡിസേബിൾഡ് ഇൻഡോർ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഗ്രൗണ്ടിൽ ഡിസംബർ 14 മുതൽ 16 വരെ നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഈ ഗ്രൗണ്ടിനെ 4 സോണായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എ സോൺ, ബി സോൺ, സി സോൺ, ഡി സോൺ. എ സോണിലൂടെ ബോൾ ക്രോസ് ചെയ്യുമ്പോൾ ഒരു റണ്ണും, ബി സോണിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ 2 റണ്ണും, സി സോണിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ 3 റണ്ണും, ഡി സോണിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ 4 റണ്ണുമാണ് സ്കോർ ചെയ്യുക. സാധാരണ ഗതിയിൽ ബൗണ്ടറി വെളിയിൽ പോയാൽ അടിച്ചു കഴിഞ്ഞാൽ 6 ആവും. നോർമൽ ക്രിക്കറ്റിൽ ഗ്രൗണ്ട് തൊടാതെ നേരെ അടിക്കുകയാണെങ്കിൽ അത് 6 ആയി പരിഗണിക്കപ്പെടും. ഈ കളിയിൽ ഗ്രൗണ്ട് തൊടാതെ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ അതൊരു -2 റൺസാണ്. കേരള സംസ്ഥാന ഡിസേബിൾഡ് ഇൻഡോർ ക്രിക്കറ്റ് അസോസിയേഷനും കോഴിക്കോട് ചേവായൂരിലെ CRCയും സംയുക്തമായാണ് ജനപങ്കാളിത്തത്തോടെ ആറാമത് നാഷണൽ ഡിസേബിൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഡൽഹി, കൽക്കട്ട, കർണാടക, ഗോവ, ഗുജറാത്ത്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ടീം അംഗങ്ങൾ പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള 2 ടീമുകൾക്കും പരിശീലനം നൽകി വരികയാണ്. 40% മുകളിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയുള്ള ക്രിക്കറ്റ് കളിക്കാരാണ് ചാമ്പ്യൻഷിപ്പിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കെടുക്കുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ ഡിസംബർ 14, 15, 16 തീയതികളിൽ നടക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കുമെന്ന് ഡിസേബിൾഡ് ഇൻഡോർ ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് കേരള ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ O രാജഗോപാൽ, തച്ചിലോട്ട് നാരായണൻ, ഡോക്ടർ KN റോഷൻ ബിജ്ലി, ഡോക്ടർ PP പ്രമോദ് കുമാർ, R ജയന്തകുമാർ, കേണൽ മോഹൻദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ECHS എംപാനൽഡ് ആശുപത്രികളിൽ വിമുക്ത ഭടന്മാർ നേരിടുന്ന